കേരളത്തിലെ ആദ്യ സന്യാസിനി സഭാ സ്ഥാപക ധന്യ മദർ ഏലീശോയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. ലെബി സജീന്ദ്രൻ നമുക്കൊപ്പം. ലെബി സജീന്ദ്രൻ, വല്ലാർപാടം ബസിലിക്കയിൽ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രഖ്യാപനത്തിലേക്ക് എത്തിയോ? സുജയ, ഇപ്പോൾ വൈസ് പോസ്റ്റ്ലേറ്റർ മദർ ഏലീശോയുടെ സംക്ഷിപ്ത ജീവചരിത്രം വായിക്കുന്ന ചടങ്ങാണ്. ഈ ചടങ്ങിന് ശേഷം കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് പരിശുദ്ധ ലിയോ പാപ്പയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മദർ ഏലീശോയുടെ വാഴ്ത്തപ്പെട്ട പദവിയുടെ പ്രഖ്യാപനം നടത്തും. അതായത് ഈ ചരിത്ര വായന കഴിഞ്ഞാൽ ഉടനെ ആ പ്രഖ്യാപന ചടങ്ങിലേക്കായിരിക്കും സുജയ പോവുക. അതിനുശേഷം കർദിനാൾ ഡോക്ടർ ഓസ്വാൾഡ് ഗ്രേഷ്യസ് മദറിൻ്റെ തിരുസ്വരൂപം ഇവിടെ അനാവരണം ചെയ്യും. അതും വളരെ പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ്. അതിനുശേഷമാണ് പിന്നീട് പ്രാർത്ഥനയാണ്. ദൈവത്തിന് നന്ദി അർപ്പിച്ച് സ്തോത്ര ഗീതത്തിൻ്റെ ആലാപന ചടങ്ങാണ് പിന്നീട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇതിൻ്റെ പ്രഖ്യാപനം കഴിഞ്ഞാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചടങ്ങുകളും ഓരോന്നും പ്രധാനപ്പെട്ടത് തന്നെയാണ്. വത്തിക്കാൻ്റെ ഇന്ത്യയിലെ അപ്പസ്തോലിക പ്രതിനിധി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജിറേലി അതിനുശേഷം സന്ദേശം വായിക്കും. വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയുടെ തിരുശേഷിപ്പ് അൾത്താരയിലേക്ക് കൊണ്ടുവരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ്. കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയുടെ തിരുശേഷിപ്പ് ഏറ്റുവാങ്ങി അൾത്താരയിൽ പ്രതിഷ്ഠിക്കും. അതും വളരെ പ്രാർത്ഥനാ നിർഭരമായി ആളുകൾ, വിശ്വാസ സമൂഹം കാത്തിരിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ്. വരാപ്പുഴ മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മദർ ഏലീശോയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടത്തിയ കർദിനാളിന് നന്ദി പറയുന്നതോടെ ഈ ചടങ്ങ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കും. ഏതായാലും ഇവിടെ കത്തോലിക്ക സമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവ്യബലി ചടങ്ങിൻ്റെ ഇടയിൽ തന്നെയാണ് വാഴ്ത്തപ്പെട്ടവളായി മദർ ഏലീശോയെ പ്രഖ്യാപിക്കുക. വല്ലാർപാടം ബസിലിക്കയിൽ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കത്തോലിക്ക വിശ്വാസികളാണ് ഇങ്ങോട്ട് എത്തിച്ചേരുന്നത്. പ്രഖ്യാപന ചടങ്ങ് നടക്കുകയാണ് സുജയ. നമുക്കതിലേക്ക് തത്സമയം പോകാം. Calati Paramel, Arciepiscopi Metropolitani, nec non plurimorum aliorum fractum in episcopatum, multorumque Christi fidelium explentes, dicasterii de causis sanctorum consulto, auctoritate nostri apostolica, facultatem parcibus, ut venerabilis serva Dei, Elishua a Beata Virgine Maria, in seculo Elishua vacai, ut dacex congregationis terci ordinis, carvalitarum Cretarum, Nunsus Sororum, Carmelitanarum, Theresianarum, que devote contemplationi Eucharistici mysterii, oper rosa, rectatem, excipiendi, ut erudiendi, quellas orfatas, vel eginas iuxit. Beate nomine in posterum appelletur atque Dei duo de vicissima mensis Julii, qua in celum orta est quotanis in nocis et modis iure statutis celebrari possit in nomine Patris et Filii et Spiritus Sancti. Amen. Datum Romae apud Sanctum Petrum, Dei septimo mensis Octobris in memoria Beate Mariae
Virginis a Rosario anno santo bis millesimo vicesimo quinto pontificatus nostri primo Leo Pope 14. ഇപ്പോൾ വായിച്ചു കേട്ട അപ്പോസ്തോലിക പ്രഖ്യാപനത്തിന്റെ മലയാള പരിഭാഷ വരാപ്പുഴ അതിരൂപതയുടെ ചാൻസലർ പെരിയ റവറൻഡ് ഫാദർ എബിച്ചിൻ അറക്കൽ വായിക്കുന്നു. നാം നമ്മുടെ സഹോദരൻ വരാപ്പുഴ മെത്രാപ്പോലീത്ത ജോസഫ് കളത്തിപ്പറമ്പിലിൻ്റെയും മെത്രാൻ പദവിയിലുള്ള ഇതര സഹോദരന്മാരുടെയും ആഗ്രഹപ്രകാരം അനേകം ക്രൈസ്തവ വിശ്വാസികളുടെ നന്മയ്ക്ക് വേണ്ടി വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ അംഗീകാരത്തെ തുടർന്ന് നമ്മുടെ അപ്പസ്തോലിക അധികാരത്താൽ ധന്യ ദൈവദാസി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ എലീശ്വ വാങ്കയിൽ നിഷ്പാതുക കർമ്മലീത്ത മൂന്നാം സഭയുടെ ഇപ്പോൾ തെരേസ്യൻ കർമ്മലീത്ത സന്യാസിനികൾ സ്ഥാപിത ധ്യാനവും അനാഥരും അശരണരുമായ പെൺകുട്ടികളെ സ്വീകരിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങളും കോർത്തിണക്കി ജീവിക്കുകയും ചെയ്തവളാകയാൽ ഇനി മുതൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന് വിളിക്കപ്പെടുമെന്നും അവൾ സ്വർഗപ്രാപ്തയായ ജൂലൈ മാസം 18-ാം തീയതി നിയമപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും രീതികളിലും എല്ലാ വർഷവും തിരുനാൾ ആഘോഷിക്കാമെന്നും നിശ്ചയിച്ച് പ്രഖ്യാപിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മദർ എലീശ്വ ഇനി വാഴ്ത്തപ്പെട്ടവൾ പ്രഖ്യാപനമാണ് വല്ലാർപാടം ബസിലിക്കയിൽ നമ്മൾ തത്സമയം കണ്ടത്.